അച്ചുവേ, അച്ചുവേ. ഓ ഇടി പെങ്കൊച്ചെ, വീണ്ടും മൂടി പതിച്ച് കിടന്ന് ഉറങ്ങാണ്ട് പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക്. സ്കൂളിൽ പോകണ്ടേ നിനക്ക്? ഇങ്ങനെ പറഞ്ഞാ നീ ശരിയാവത്തില്ല. ഞാനേ വടി എടുത്തിട്ട് വരാം. ആ നല്ല കുട്ടി, പോയി കുളിക്കാൻ നോക്ക്. ചെല്ല് ചെല്ല്. കൊച്ചിയോടെടി? അവള് ദേ വരുന്നു. ഓ വന്നോ അപ്പയുടെ കിളിക്കാൻ പറ്റി. അച്ചുവേ, വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കിയേ, അല്ലേ നീ ഇന്ന് ലേറ്റ് ആവും കേട്ടോ. ഓക്കേ പോരാളി. അപ്പ അമ്മ ഞാനൊന്ന് പോവാണേ. അപ്പ കൊണ്ടുവിടണോ? ഏയ് വേണ്ട അപ്പേ, ഞാൻ ബസ്സിന് പൊക്കോളാം. പോരാത്തിന് ജെസി ഉണ്ടല്ലോ, ഞങ്ങൾ പൊക്കോളാന്നേ. നോക്കിപ്പോ. അച്ചുവേ നിന്നെ കൊട എടുത്താർന്നോ? ആ എടുത്ത്. എന്നാ സൂക്ഷിച്ചു പോട്ടോ. സൂക്ഷിച്ചൊക്കെ ബസ്സിൽ കയറണം. റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗം നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ, കേട്ടല്ലോ. ഇച്ചിരി എടുത്തേട്ടം കൂടുതലാ നിനക്ക്. നോക്കി പോയിട്ട് വാട്ടോ. ഓ ശരി അമ്മ, എന്നും പറയുന്ന ഇതൊക്കെ തന്നെയല്ലേ. ശരി ഞാൻ പോവാ, ലേറ്റ് ആയി. നമ്മള് വരുന്നു. വന്നു എന്റെ പെണ്ണ്. ബ്യൂട്ടിഫുൾ. എന്നെയാണോ? ഓഫ് കോഴ്സ്, തന്നെ. ഓ യുവർ സ്വീറ്റ് നെയിം പ്ലീസ് ഡാർലിംഗ്. ഓ സ്വീറ്റ് നെയിം അല്ലേ? നയൻതാര. ഏയ് അല്ലേ, അത് വേണ്ട. കീർത്തി സുരേഷ്, അത് മതി. അതാവുമ്പോ കുറച്ചുകൂടി സ്വീറ്റ് അല്ല ചേട്ടാ? അതെ നന്നായിട്ട് തമാശ പറയുമല്ലേ കുട്ടി. ഇല്ല ചേട്ടാ, അങ്ങനെ ചോദിച്ചേ. ഞാൻ തമാശ പറഞ്ഞ കൊള്ളത്തില്ലയോ? ഏയ് അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെങ്ങനെയാ? ഏയ് ഒന്നുമില്ല. ഓക്കേ, എന്നായാലും ഞാൻ നിക്കണ്ടല്ലോ, പൊക്കോട്ടെ. പോവാലോ അല്ലേ? ആ കുട്ടി പൊക്കോ. ചെറ്റേ, മനുഷ്യൻ അവിടെ നിന്ന് ഉരുകുമ്പോ നിന്ന് ചിരിച്ചോണ്ടിരിക്കുവാണല്ലോ ഇടക്കണാപ്പാ. പിന്നെ ഞാൻ എന്നോ കാണിക്കണം? ഞാൻ ചിരിച്ചതാ പ്രശ്നമായേ, അല്ലാണ്ട് നീ കാണിച്ചതല്ല അവിടെ കിടന്നു. അതിന് ഞാൻ എന്നാ കാട്ടിന്നാ? എന്റെ പൊന്നുമോനെ ഒന്നും കാട്ടിയില്ല അല്ലേ? അവളുടെ മുന്നിൽ കിടന്ന് ഉരുകുമായിരുന്നു. മാറി. ഓ വന്നാ തമ്പ്രാട്ടി, എവിടെയായിരുന്നു ഇത്ര നേരം? ഓ നടന്നു വരണ്ടയോ? ആകെ 2 കാലേ ഉള്ളൂ. അതിനിടയിലാണെങ്കിൽ ഒരു പൊട്ടൻ നിന്ന് കിന്നടിക്കോ അങ്ങോട്ട്. ദേഷ്യം കയറിട്ട് പാടില്ലായിരുന്നു. ആരാടി ആ സുന്ദരൻ? നിനക്ക് ക്രഷ് അടിച്ചാ? ഒരൊറ്റ ഒരെണ്ണം വെച്ച് തന്നാ ഉണ്ടല്ലോ ക്രഷ്. അത് ആ ഊച്ചാളിനോട് ഒന്ന് പോയടി. ശരിഞ്ഞോ മാഡം, എന്നാലേ വേണ്ട ബസ് വരിക. ഇതും കൂടെ പോയി കഴിഞ്ഞാ ലാസ്റ്റ് 10 മണിയുടെ ബസ്സിന് അങ്ങ് പോവേണ്ടി വരും. വാ. ചേട്ടാ ഇത് കുറെ നേരമായല്ലോ. അല്ല ചേട്ടന് എന്താ അസുഖം? പെമ്പിള്ളാരെ ഇത് തട്ടിമുട്ടി നിൽക്കാണ്ട് ചേട്ടന് നിൽക്കാനൊക്കത്തില്ലയോ? ഒന്നും മിണ്ടാണ്ട് നെല്ലടിക്കുക, ആൾക്കാരെ നോക്കുന്ന. നീ എന്നെ വിട്ടേ, എന്തോന്നും മിണ്ടല്ലേന്ന് അങ്ങനെയൊക്കെ കാണിക്കാം. അനങ്ങാണ്ട് നിക്കടി. വേറൊരുത്തികൾക്ക് ഇല്ലാത്ത അസുഖമാണല്ലോ നിനക്ക്. എടാ എനിക്ക് പല അസുഖം ഉണ്ടാവും, അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക്. എന്താ മോളെ പ്രശ്നം? കണ്ടക്ടറുകളെ നോക്കിയേ, ഇങ്ങനെയാണെങ്കിൽ പെമ്പിള്ളാരെല്ലാരും തട്ടിമുട്ടി നിൽക്കുക. അവരാണെങ്കിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാനങ്ങനെ മിണ്ടാൻ നിൽക്കില്ല. കുറെ നേരമായി തുടങ്ങിയിട്ടവന് ഇളക്കം. പോടാ, ഒരു ഒറ്റ ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. അനങ്ങാണ്ട് നിക്ക് അച്ഛൻ, മതി. എന്നടാ നിനക്ക് അസുഖം? ഇറങ്ങടാ, വണ്ടിന്ന് ഇറങ്ങടാ. നിന്നെ ഞാൻ എടുത്തോളാടി. ഒന്ന് പോടാ. നീ ആരെയാടി നോക്കിച്ചിരിക്കുന്നേ? അവിടെ നോക്കിടി ആ ചേട്ടന്. കൊള്ളാം. നീ ഇങ്ങനെ നോക്കി നിന്ന പുള്ളി അവിടെ പെറുവല്ലോടി. ഓ ഒന്ന് പോടി. നോക്കിയത് ആ സ്റ്റോപ്പ് എത്തി, നമുക്ക് ഇറങ്ങണ്ടേ? വേണം. ഇതാണോ ജെസ്സി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നേ? ഓ ഇയാള്
എടി പുള്ളി പോണു. അയിന് നിനക്കെന്നാ പുള്ളിയുടെ പിന്നാലെ പോണോ? അയ്യടി ഒരു നാണം നോക്കിയേ. നീങ്ങ വന്നേ, എനിക്ക് പേന മേടിക്കണം. 365 ദിവസം നിനക്ക് ഇത് തന്നെയാണോ മോളെ പണി? ആ ഓക്കെ, സാധനം കിട്ടി. വാ നമുക്കിനി പോവാം. ഏയ് വെയിറ്റ്. ഓ അച്ഛൻ വീണ്ടും ആ പേട്ട പേന എടുത്ത്. പേട്ട പേനയോ? പൊടി. 3 രൂപയുടെ സ്മെല്ലുള്ള പേന വെച്ച് എഴുതുമ്പോൾ കിട്ടുന്ന ആ ഇതില്ലേ, വേറൊരു പിൻ പോയിന്റിനും ലെക്സിക്കും കിട്ടില്ല മോളെ. ഓ ആയിക്കോട്ടെടി, കഴിഞ്ഞെങ്കിൽ പോയാലോ? വാ അച്ഛ. പിന്നെ ഞാനൊരു കാര്യം മറന്നു. ഞാൻ കയ്യോടെ കൊണ്ടുപോയി ലൈബ്രറിയിൽ ബുക്കൊന്നും കൊടുത്തിട്ട് വരാം. ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ വരാവേ. ആടി പോയിട്ട് വേഗം വാ. വന്ന് കേറിയില്ല. രാവിലത്തെ കുടുംബശ്രീ കൂട്ടം ഒന്നുമില്ല. ഇവന്മാർക്കൊന്നും പണിയില്ല. ഹായ് അർച്ചന, എന്താണോ അവിടെ തന്നെ നിൽക്കുന്നത്? വാടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. സോറി, എനിക്ക് താല്പര്യമില്ല. കണ്ണി കണ്ടവരെ കുറ്റം പറയാനും കേൾക്കാനും പറയാനും എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. സോ സോറി. എന്തൊരു അഹങ്കാരം നോക്കിയടി നോക്ക്. കൂടിപ്പോയി എത്ര നാള്. അധിക നാൾ അവളെ ഞാനിങ്ങനെ അഹങ്കരിക്കാൻ സമ്മതിക്കില്ല. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹലോ, എന്താ അവിടെ തടിച്ചിരിക്കുന്നേ? എന്ത് പറ്റി? ഒന്നുമില്ല, ചുമ്മാതിരുന്നേ ഉള്ളൂ. ഇത് ബെല്ലടിച്ചു. താഴെ ക്ലാസ്സിൽ പോകാൻ നോക്കും. പ്രിൻസിപ്പളിന്റെ ചിലപ്പോൾ ചീത്ത പറയും. ഓക്കെ സാക്സ. അപ്പോൾ പിള്ളേരെ ഇന്ന് അസംബ്ലി ഉണ്ട്. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് നിന്നേ, എന്നിട്ട് അസംബ്ലിക്ക് ഇറങ്ങാൻ നോക്കും. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നിനക്കല്ലേ പൊക്കം കുറവ്, നീ ഫ്രണ്ടിലേക്ക്. പിന്നെ ഞാനൊന്നും നിൽക്കത്തില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ തന്നെയായിരുന്നു. ഈ കൊല്ലം വേറെ ആരല്ല നിൽക്കട്ടെ, ഞാൻ നിൽക്കൂല. വല്ലാണ്ട് ചിരിക്കല്ലേ, ഒരൊറ്റ തൊഴി വെച്ച് കഴിഞ്ഞ. ഇതെന്താ ഇങ്ങനെ? ഈ ലൈൻ എന്താ ഇങ്ങനെ? പൊക്കം അനുസരിച്ച് നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അല്ല അർച്ചന, നീ എന്താ പുറകെ പോയി നിൽക്കുന്നേ? നീ ഫ്രണ്ടിലാ നിൽക്കണ്ടേ, നിനക്ക് ഹൈറ്റ് കുറവ്. അപ്പോൾ ഫ്രണ്ടിലാ നിൽക്ക്. ഇതൊന്നും കഷ്ടമോ? എപ്പോഴും ഞാൻ തന്നെ ഫ്രണ്ടില്. സാരില്ല, പോയിട്ട് ചെന്ന് നിൽക്കും പട്ടി. ഇങ്ങനെയല്ല ഞാൻ കുറച്ച് മുമ്പേ ഞാൻ ബസ്സിൽ കണ്ട. ഇങ്ങനെന്താ ഇവിടെ? ഇനിയിപ്പോ ന്യൂ ലൊക്കേഷൻ വല്ലതാണോ? കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവാണ്. എന്താണ് സർപ്രൈസ് ടെസ്റ്റ്? ഇപ്പൊ ഹാപ്പി ആണോടി? ഓ ആണെന്നാ തോന്നുന്നു. അർച്ചന, ജെസി, രണ്ടുപേരും എന്താ സംസാരിക്കുന്നേ? അർച്ചന ഫ്രണ്ടിൽ ബെഞ്ചിൽ വന്നിരിക്കേ. ജെസി അവിടെ തന്നെ ഇരുന്നോ? ഇച്ചിരി സംസാരം കൂടുന്നുണ്ട് രണ്ടാൾക്കും. ശുഭ, ഇന്നത്തെ സർപ്രൈസ് ടെസ്റ്റ് ഞാൻ മൂഞ്ചി. പലതും പറയും. നിനക്കിങ്ങനെ പറഞ്ഞാൽ മതി. എന്നിട്ട് ഒരു അടി കൊള്ളാൻ നിന്ന് പോയി. ഞാൻ എന്നടാ ശരി, എന്നോട് തന്നെ ചോദിക്കണം കേട്ടോ. ഒന്നാമതെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ബോധം പോയിരിക്കേ. ഒന്ന് പോടാ. പട്ടിപ്പിശാചി എഴുതുന്നത് നോക്കിക്കേ, എല്ലാം തെറ്റായിരിക്കും. ഓ പ്രാഗി വിടുന്നു പട്ടി. ടീച്ചറെ, ആ പ്രിൻസിപ്പൽ സാർ, ആ കയറിയ. അപ്പോൾ കുട്ടികളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നിങ്ങളുടെ പുതിയ സാറ്. അപ്പോൾ സാറിൻ്റെ പേരും സാറ് എന്താ പഠിപ്പിക്കുന്നതെന്നൊക്കെ സാറ് തന്നെ പറയും. അപ്പോൾ സാറേ, ഈ കണ്ടിന്യൂ. സാറോ?